മൂന്നാം പിണറായി ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ ആരും പറയുന്നില്ല. ഇടയ്ക്ക് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പം അവർക്ക് തന്നെ പറയാൻ നാണമാണ് അങ്ങനെ പറയാൻ. കാരണം കേരളത്തിലെ ജനങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങൾ ഈ മൂന്നാം പിണറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പറയുന്നത് വളരെ അവരുടെ കയ്യിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ആയുധം ഉപയോഗിച്ച് കാണിച്ചതിലുണ്ട്. അപ്പോൾ സാമാന്യമായ ഭാഷയിൽ മിസ്റ്റർ പിണറായി ഇനി അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് നമ്മളിവിടെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവർ നിർത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ, പിന്നെ BJPയെ എവിടെയൊക്കെ സൂചിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു സണ്ണി ജോസഫ്. കോഴിക്കോടും തിരുവനന്തപുരത്തും 2 കോർപ്പറേഷനുകൾ ഏറ്റവും കെ മുരളീധരൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു വാർഡിൽ 12,000 വോട്ട്, മറ്റൊരു വാർഡിൽ 3,500 വോട്ട്. കോഴിക്കോട് BJPക്ക് സീറ്റ് കൊടുത്തതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല, സാക്ഷാൽ പിണറായി വിജയൻ അവകാശപ്പെട്ടതാണ്. ആ വാർഡ് അങ്ങനെ വിഭജിച്ച് വോട്ട് കൂടാതെ BJPക്ക് എങ്ങനെ വാർഡ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തിക്കൊടുത്ത ആളാണ് പിണറായി വിജയൻ കോഴിക്കോട്. ഞാൻ കോഴിക്കോട് പ്രത്യേകിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കോഴിക്കോട് DCCM പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കണം. അവരുടെ ടീം വർക്കിനെ, അവിടുത്തെ ആ ഒരു നല്ല വിജയം നേടിയെടുക്കുന്നതിന് അവർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് ജയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം അപ്പോൾ പിണറായി വിജയൻ അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ടതില്ല. അണിയറയിൽ എന്തൊക്കെയോ ചർച്ചകളുണ്ട്. പക്ഷേ മനസ്സിലാക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞു, 2 പേർക്കും ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അങ്ങനെ 2 പേർക്കും ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ തോൽക്കുകയില്ല എന്ന് തെളിയിച്ച് തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. കാരണം ജനം വിഡ്ഢികളല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല.